ന്യൂസ് 16 കേരള. ഇന്ത്യയുടെ 7 വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു. പാക് പൈലറ്റുമാർ പ്രാപിഡിയന്മാർ. UN പൊതുസഭയിൽ ഷഹബാസ് ഷെരീഫ്. ഈ വർഷമാദ്യം ഇന്ത്യയിലുണ്ടായ സൈനിക സംഘർഷത്തിനിടെ 7 ഇന്ത്യൻ യുദ്ധ വിമാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയതായി അവകാശപ്പെട്ട് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യൻ വിമാനങ്ങളെ നശിപ്പിച്ച പൈലറ്റുമാരെ പ്രാപിഡിയന്മാർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പാക് വ്യോമസേനയെ ഷെരീഫ് പ്രശംസിക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭ UNAയുടെ പൊതുസഭയിൽ സംസാരിക്കുകയായിരുന്നു ഷെരീഫ്. ഈ വർഷം മേയിൽ എന്റെ രാജ്യത്തിന് കീഴിൽ അതിർത്തിയിൽ നിന്ന് പ്രകോപനമില്ലാതെ ആക്രമണം നേരിടേണ്ടി വന്നു. ഞങ്ങളുടെ പ്രതികരണം പ്രതിരോധത്തിന്റെ ഭാഗമായിരുന്നു. ഞങ്ങൾ അവരെ അപമാനിച്ച് തിരിച്ചയച്ചു, ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. 5 ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ വെടിവെച്ചിട്ടതായി പാകിസ്ഥാൻ ആവർത്തിച്ചു അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഈ വാദങ്ങളെ പിന്തുണക്കുന്നതിന് പാകിസ്ഥാൻ തെളിവുകളൊന്നും നൽകിയിരുന്നില്ല. പാകിസ്ഥാന്റെ അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് ഇന്ത്യ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. നേരത്തെ ഷെരീഫ് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനൊപ്പം വൈറ്റ് ഹൗസിൽ വെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രാദേശിക സുരക്ഷ, ഭീകരവിരുദ്ധ സഹകരണം, മറ്റു വിഷയങ്ങൾ എന്നിവ അവർ ചർച്ച ചെയ്തു. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരവാദ ശ്രമത്തിനെതിരെ തിരിച്ചടിയുടെ ഭാഗമായാണ് ഇന്ത്യ സിന്ധു നദി ജല കരാർ റദ്ദാക്കിയത്. 1960 സെപ്റ്റംബർ 19-ന് ഒപ്പുവെച്ച കരാറാണിത്. കരാർ പ്രകാരം സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 6 പ്രധാന നദികളുടെ ജലവിതരണം ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ വിഭജിക്കപ്പെട്ടു. കരാർ പ്രകാരം സിന്ധു, ജലം, ജിനാബ് എന്നീ പടിഞ്ഞാറൻ നദികൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലും കിഴക്കൻ നദികളായ ബിയാസ്, രവി, സത്ലജ് എന്നിവ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുമായിരിക്കും. ആർക്കും നൽകാത്ത ചെറുനദികൾ വ്യവസ്ഥകൾക്ക് വിധേയമായി ഇരു രാജ്യങ്ങൾക്കും ഉപയോഗിക്കാം. ഇത് പ്രകാരം സിന്ധു നദീ വ്യവസ്ഥയുടെ മൊത്തം ജലത്തിന്റെ 20% ഇന്ത്യക്കും 80% പാകിസ്ഥാനുമാണ്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.